ജന്മാദ്യസ്തേതുന്നയാതിതരതച്ചാർത്തേഷ വിജ്ഞസ്വരാട്ടത്തേനെ ബ്രഹ്മഹൃദായ ആദികവയെ മുഹ്യന്തിയത് സൂരയ തേജോവാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മസംഹിതകൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേര് ശ്രീമദ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതം 6-ാമത്തെ അധ്യായമാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. അതൊന്ന് പാരായണം ചെയ്യാം. സൂത ഉവാച ഏവം നിശമ്യ ഭഗവാൻ ദേവർഷേർജന്മകർമ്മ ച ഭൂയ പപ്രച്ഛതം ബ്രഹ്മൻ വ്യാസ സത്യവതീ സുധാ. വ്യാസ ഉവാച വിപ്രവസിതേ വിജ്ഞാനാത്തേട്ടുഭിത്തവ വർത്തമാനോ വയസ്യാദ്ദേ തദക്കിമകരോദ്ഭവാൻ സ്വായംഭുവക്കയാ വൃത്യാവർത്തിതം ദേവരം വയാ കഥഞ്ചേതുമുദസ്രാക്ഷി കാലേ പ്രാപ്തേ കളേവരം പ്രാകൽപ്പ വിഷയാമേധാസ്മൃതിം തേ തുരതത്തമാ ന ഹ്യേഷ വ്യവധാ കാല ഏഷ സർവനിരാകൃതി. നാരദ ഉവാച വിപ്രവസിതേ വിജ്ഞാനാത്തേട്ടുഭിർ മമ വർത്തമാനോ വയസ്യാദ്ദേ തദ ഏതകാർഷം ഏകാത്മജാ മേ ജനനീ യോഷിന്മൂഢാ കിങ്കരീ മയ്യാത്മജനന്യഗതോ ചക്രേ സ്നേഹാനുബന്ധനം സ അസ്വതന്ത്രാനകാലാസീൻ യോഗക്ഷേമം മമേച്ഛതി ഈശസ്തി വശേ ലോകോ യോഷാദാരുമയീ യഥാ അഹഞ്ച തദ്ബ്രഹ്മകുലേ ഊഷിവാൻ തദപേക്ഷയാ ദിഗ്ദേശകാല ഉത്പന്നോ ബാലക പഞ്ചഹായന ഏകദാ നിർഗതാംഗേഹാന്തുഹന്തി നിശികാംബതി തർപ്പോരചൽപദാസ്പൃഷ്ടകൃപണാം കാലചോദിതാ തദാ തദകമീശത്യാ ഭക്താനാം ച മമീപ്സദാ അനുഗ്രഹം മന്യമാന പ്രാതിഷ്ഠം ദിശമുത്തരാം പീതാം ജനപദാം തത്ര പുനഗ്രാം പ്രജാകരാൻ ഗടകർവടവാടീം ചവനന്യുഭവനാനി ച ചിത്രധാതു വിചിത്ര അദ്രീൻ ഇഭ ഭഗ്നഭുജദ്രുമാൻ. അവിടെ പിരിക്കുമ്പോൾ ലേശം ചിലർക്ക് വിഷമം വരാറുണ്ട്. ചിത്രധാതു വിചിത്ര അദ്രീൻ എന്നാണ് അവിടെ വേണ്ടത്. അദ്രീൻ മലകളെ എന്നാണ് അദ്രീൻ. അദ്രിമല അദ്രീൻ മലകളെ ഇഭ ഭഗ്ന ഭുജദ്രുമൻ. ഇഭം എന്ന് പറഞ്ഞാൽ ആന. വാക്ക് അറിയണം. ഇഭം കുറച്ചും കൂടി തെറ്റാതെ വായിക്കാൻ പറ്റും. ഇഭം മീൻസ് ആന. ആനയാൽ ചവിട്ടി ഒടിക്കപ്പെട്ട, ഭഗ്ന പൊട്ടിക്കപ്പെട്ട എന്നൊക്കെ വരിക. ഭുജം ദ്രുമാൻ മരങ്ങൾ. ഇഭം എന്ന് നോക്കണം. ചിത്രധാതു വിചിത്ര അദ്രീൻ പ്ലസ് ഇഭ ഭഗ്ന ഭുജദ്രുമാൻ ജലാശയാൻ ശിവജലാൻ നളിനീ സുരസേവിതാ ചിത്രസ്വനേ പത്രരഥേ വിഭ്രമദ്ഭമരസ്യ നളവേണുശരസ്തംഭക്കുശകീചകഗക്വരം ഏക ഏവാദിയാദോഹം അദ്രാക്ഷം ദിപിനം മഹൽ കാരം പ്രതിഭയാ ഘോരം പ്രതിഭയാ കാരം വ്യാലോലൂക ശിവാചിരം പരിശ്രാന്തേ ത്രിയാത്മാകണ്ഠുത്പരീതോ ബുഭുക്ഷിതാ സ്നാത്വാ പീത്വാ ഹൃദേ നദ്യ ഉപത്പൃട്ടോ ഗതശ്രമ തത്പിന്നന്മരുചേരണ്യേ പിപ്പലോപത്താത്തിത ആത്മനാത്മാനമാത്മസ്ഥം. അവിടെ 3 ആത്മാവുണ്ട്. ആത്മന, ആത്മാനം, ആത്മസ്ഥം. ഒന്ന് ആത്മന, പിന്നൊന്ന് ആത്മാനം. രണ്ടാമത്തേൽ ആത്മാന്നാണ് നീട്ടുന്നത്, മറ്റേൽ ആത്മയാണ് നീട്ടുന്നത്. ആത്മനം അവിടെ മാക്കി നീട്ടില്ല. ആത്മന. രണ്ടാമത്തേൽ ആത്മാനം. ആത്മന, ആത്മാനം. പിന്നെ ആത്മസ്ഥം അവിടെ മാക്കി നീട്ടില്ല. ആദ്യത്തെ അവസാനത്തിൽ നീളല്ല. ആത്മനും ആത്മസ്ഥം. നടുവിലത്തേൽ മാവിടെ നീളമുണ്ട്. ആത്മന ആത്മാനം ആത്മസ്ഥം യഥാശ്രുതമചിന്തയം ധ്യായതച്ചരണാംഭോജം ഭാവനിശ്ചിതചേതസ ഉത്കണ്ഠ്യ അശ്രുകലാക്ഷസ്യ ഹൃദ്യാസീന്മേശനേർഹരി പ്രേമാതിഭര ഭിന്നപുളകാംഗൂഢി നിർവൃത ആനന്ദം പ്ലവേലീനോ നാപശ്യമുഭയം മുനേ രൂപം ഭഗവതോ എത്തന്മനഃകാന്തം ശുചാഭകം അവശ്യന്തോത്തസ്തേവ ക്ലവ്യാ ദുർമനായിവ ദിദിക്ഷു തദഹം ഭൂയ പ്രണിധായ മനോഹൃതി വീക്ഷമാണോ വിനാവശ്യൻ അഭിതൃപ്തൈവ അതുരാ ഏവം യദന്തം യജനേ മാമഹാ ഗോചരോഗിരാം ഗംഭീരക്ഷണയാ വാച ശുചസ്പ്രശമയന്നിവ ഹന്താത്മഞ്ജന്മനി ഭവാൻ നമാം ദ്രട്ടുമിഹാര്യതി അവിഭക്വ കഷായാണാം ദുർദർശോഹങ്കുയോഗിനാം
സകൃത്യദശ്ചിതൻ രൂപം മേതക്കാമായതേനക മക്കാമശനകേ സാധു സർവാൻ മുഞ്ചതിരിച്ചയാൻ സത്സേവയാ അദീർഘയാതെ. അവിടെ ദീർഘയാന്ന് വായിക്കേണ്ട, അദീർഘയാന്ന് തന്നെ വായിക്കണം. ചെറിയ സത്സംഗം എന്നാണ് ഉദ്ദേശം, ദീർഘമില്ലാത്ത. അപ്പോൾ ദീർഘമുള്ള സത്സംഗമാകുമ്പോൾ എത്ര ഗുണമുണ്ടാവും എന്ന് പറയാനാണ് അങ്ങനെ പറയണത്. സസേവയ അവിടെ ദീർഘട്ടിരിക്കണം. അസേവയ അദീർഘയാതേ അദീർഘയാതേ ജാതാ മേ ദൃഢാമതി ഇത്വാവത്തമിമൻ ലോകം ഗന്ധ മജ്ജനതാമസി മതിർമയ നിബദ്ധയന്ന വിബദ്ധേതകർക്കിതിൽ പ്രജാസർഗ നിരോധേപി പ്രതിച്ഛമതനുഗ്രഹാൻ ഏതാവതുക്തോ പരരാമനന്മകൽഭൂതം നഭോലിംഗമലിംഗമീശ്വരം അഹഞ്ച തത്മേമഗതാം മഹീയസേ ശിഷ്ടാവനാമം പിതദേനുകമ്പിത നാമാന്യനന്ദസ്യ ഹതത്ര പഠൻ ഗുഹ്യാനി ഭദ്രാണി കൃതാനി ച സ്മരൻ കാംബര്യടൻ തുഷ്ടമനാ ഗതസ്പൃഹ കാലം പ്രതീക്ഷൻ വിമതോ വിമത്സര ഏവം കൃഷ്ണ മതിർബ്രഹ്മന്നസക്തസ്യാമലാത്മനാ കാലപ്രാതുരവുത്കാരേ തടിസൗദാമിനി യഥാ പ്രയുജ്യമാനേ മൈതാം ശുദ്ധാം ഭാഗവതീം തനും ആരബ്ധകർമ്മ നിർമ്മാണോ നിപതത് പഞ്ചഭൗതിക കൽപ്പാന്തൈതമാദായ ശയാനംഭസ്തുജന്വത ശിശൈശ്ചോരനുപ്രാണം വിശന്തരഹം വിഭോ സഹത്ര യുഗപര്യന്തേ ഥായേതന്തിദൃഷ്ടത മരീചിമിശ്രാർഷയ പ്രാണേഭ്യോഗം ജജ്ഞിരേ അന്തർബഹിച്ച ലോകാൻ ത്രീൻ പരേമ്യസ്കന്ദിതം വൃഥാ അനുഗ്രഹാൻ മഹാവിഷ്ണോരവിഘാതഗതിക്വജൽ ദേവദത്താമിമാം വീണാം സ്വരബ്രഹ്മ വിഭൂഷിതാ മൂർച്ഛയിത്വാ ഹരികഥാം ഗായമാനച്ചരാമ്യഹം പ്രഗായതസ്തവീര്യാണി തീർത്ഥപാദപ്രിയശ്രവ ആഹൂത ഇവ മേ ശീഘ്രം ദർശനം ജാതി ചേതസി ഏതത്യാതുരചിത്താനാം മാത്രാ സ്പർശേച്ഛയാ മുഹു ഭവസിന്ധുപ്ലവോ ദൃഷ്ടോ ഹരിചര്യാനുവർണ്ണനം യമാദിഭിർയോഗപഥേർ കാമലോപഗതോ മുഹു മുകുന്ദസേവയാ യത്തത്തദാത്മാ നശാമ്യതി. അവിടെ മുകുന്ദസേവയാ യത്തത് തഥ ആത്മാ അദ്ധ 4 ചേർച്ചകളുണ്ട്. യത്തത് തഥ ആത്മാ അദ്ധ അദ്ധ എന്ന് കൂടിയിട്ടാണ് ആത്മാ അദ്ധ എന്നാവണത്. മുകുന്ദസേവയാ യത്തത് തഥ ആത്മാ അദ്ധ ന ഭവിഷ്യത് കൂട്ടിച്ചേർക്കുമ്പോൾ എത്തത്തദാത്മാ അദ്ധ ന ഭവിഷ്യതി നശാമ്യതി ആത്മാ നശാമ്യതി സർവം ദടിതമാഖ്യാതം വത്പൃഷ്ടോകന്ദയാ നഖ ജന്മകർമ്മരഹസ്യമേവതച്ചാത്മതോഷണം സൂത ഉവാച ബന്ധം പശ്യ ഭഗവാൻ നാരദോ വാസവീസുതം ആമന്ത്രവീണാം നണയന്നയോ യാതിച്ചികോ മുനി വ്യാസൻ വ്യാസൻ ആമന്ത്രവീണാൻ നണയന്നയോ യാതിച്ചികോ മുനി. നാരദൻ അവിടുന്ന് പോയി. അഹോ ദേവർട്ടിധന്യോയം വ്യക്കീത്തിഞ്ചാർഗധന്വനാഗായന്മാദ്യനിതന്ത്രിയ രമയം വ്യാസുരഞ്ജകത്തോം ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംവിധായാം പദമത്കന്ദേ വ്യാസനാരദ സംവാദേ ഷഷ്ടോധ്യായ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഈ സപ്തമോധ്യായ 7ാമത്തെ. ശൗനക ഉവാച നിർഗതേ നാരദേ സൂത ഭഗവാൻ ബാദരായണാശുധവാൻ തഥ വിപ്രേതം തഥ കിമകരോ ദിഭോ. നാരദൻ പുറത്തേക്ക് പോയി എന്ന് പറഞ്ഞല്ലോ, മടങ്ങിപ്പോയി, വന്നതുപോലെ പോയി. അതിനുശേഷം വ്യാസൻ എന്ത് ചെയ്തു ഞാൻ ചോദിക്കുകയാണ്. വ്യാസൻ എന്താണ് ചെയ്തത്? ശൗനകാദികൾ ചോദിച്ചു. ഭാഗവതൻ രചിച്ചു എന്നാണ് പറയണത്. സൂത ഉവാച ബ്രഹ്മനദ്യാന്തരത്വത്യാം ആശ്രമപശ്ചിമേ തടേ ശമ്യാപ്രാസ ഇതി പ്രോക്ത ഋഷീണാം സത്രവർദ്ധന. ശമ്യാപ്രാസം എന്നുള്ളതാണ് വ്യാസാശ്രമത്തിൻ്റെ പേര്. ശമ്യാപ്രാസം അതെവിടെ ചോദിച്ചാൽ സരസ്വതി നദിയുടെ പടിഞ്ഞാറേ തീരത്താണെന്നാണ്. സരസ്വതി, ഗംഗ, യമുന ഈ 3 നദികളാണ് ത്രിവേണി സംഗമം എന്ന് പറയുന്നത്. ഇന്ന് യമുനയും ഗംഗയും മാത്രമേ ഉള്ളൂ അത്രേ. സരസ്വതി ഭൂമിയുടെ അടിയിൽ പോയിരിക്കണു, കാണാനില്ല. പക്ഷെ അവിടെ അതിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി എന്ന് ഗവേഷകർ പറയുന്നു. എത്രയോ കിലോമീറ്റർ നീളമാണ് നദിക്കുള്ളത് എന്നും അതിൻ്റെ വീതി ഇത്രയാണ് എന്നും തീരത്ത് ഇത്ര പട്ടണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കണക്കാക്കിയ ഉണ്ട് എന്നും ഗവേഷകർ കണ്ടെത്തി. അപ്പോൾ ഇതില്ലാത്തതല്ല. സരസ്വതി തീരത്ത് പടിഞ്ഞാറേ തടയിൽ ശമ്യാപ്രാസം എന്ന ആശ്രമത്തിൽ ഇരുന്നു കൊണ്ട് എന്ത് ചെയ്തു? ഋഷീണാം സത്രവർത്തന, ഋഷികൾ അവിടെയാണ് സത്രങ്ങൾ അനുഷ്ഠിച്ചിരുന്നത്. തസ്മിൻ ആശ്രമേ വ്യാസോപദരീഷണ്ഡമണ്ഡിതേ ആസീനോ ഉപസ്പൃശ്യ
പണിതഡ്യോ മനസ്വയം. ഭാഗവത രചന. നാരദൻ പറഞ്ഞ രീതിയിലുള്ള ഗുണങ്ങളൊക്കെ തികഞ്ഞ ഒരു ഗ്രന്ഥം രചിക്കണം. അതിനെന്ത് ചെയ്തു? ബദരി ഷണ്ഡമണ്ഡിതേ, ബദരി ആശ്രമം, ബദരി ഷണ്ഡമണ്ഡിതേ, ബദരിയൊക്കെ മരങ്ങളൊക്കെ ധാരാളമുള്ള ആ സ്ഥലത്ത് വെള്ളത്തെ തൊട്ട് ധ്യാനിച്ചു. ആപ എന്നുള്ളതാണ് ആസീനോ ആപ, ആസീനോപ എന്ന് പറഞ്ഞാൽ ആസീനം ഇരുന്നു, ആപ വെള്ളം, അപ്പ് എന്ന് പറഞ്ഞാൽ വെള്ളമാണ്, ആപ ഉപസ്പൃശ്യ എന്ന് പറഞ്ഞാൽ വെള്ളത്തെ സ്പർശിച്ചിട്ട്, ആസീനോ അപ ഉപസ്പൃശ്യ പ്രണിതദ്യവും മനസ്വയം, മനസ്സിനെ നല്ലപോലെ ഒതുക്കി ഈശ്വര ചിന്തയ്ക്കായി കൊണ്ട് തയ്യാറായി എന്നർത്ഥം. രചിക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? ആശയം മനസ്സിൽ വരണം. അതിന് ഭഗവാനെ ചിന്തിക്കണം, ധ്യാനിക്കണം. ശരിയായിട്ടുള്ള നല്ലൊരു ആശയം തനിക്ക് കിട്ടുകയും വേണം. അതാണ് പ്രതിദദ്യവും മനസ്വയം. ആ മനസ്സിനെ നല്ലപോലെ ഈശ്വരനിൽ ലയിപ്പിച്ചു. പ്രണിതദ്യവും മനസ്വയം പ്രണിധാനം ചെയ്തു. ധ്യാനിപ്പാനായി മനസ്സിനെ ചലിക്കാതെ ഉറപ്പിച്ചു നിർത്തി എന്ന് പറയാം. ഭക്തിയോഗേന മനസ്സി സമ്യക് പ്രണീഹിതേ അമലേ അപശ്യൽ പുരുഷം പൂർവം മായാം ചതദ്വാശ്രയാം. ഭക്തിയോഗേന അമലേ, ഭക്തിയോഗം കൊണ്ട് എന്ത് ചെയ്തു? അമലേ സമ്യക് പ്രണീഹിതേ, ആ മനസ്സിൽ നിർമ്മലമായിട്ടുള്ളതും ഉറപ്പിക്കപ്പെട്ടതും ആയ മനസ്സിൽ, സമ്യക് പ്രണീഹിതേ അമലേ മനസ്സി, ആ മനസ്സിൽ എന്ത് ചെയ്തു? പൂർവം പുരുഷ തദുപാശ്രയാം മായാം അവശ്യത്, ഭഗവാനെ കണ്ടു. അവശ്യത് പുരുഷം. പിന്നെ എന്ത് കണ്ടു? മായാം, ആ ഭഗവാൻ ആശ്രയമായിരിക്കുന്ന മായയെയും കണ്ടു. ഭഗവാനാണ് മായയ്ക്ക് ആശ്രയം, ഇതിനെ നടത്തുന്നത് ഭഗവാനാണ്. അപ്പോൾ മായയും കണ്ടു, ഭഗവാനെയും കണ്ടു. ഭക്തിയോഗേന മനസ്സി സമ്യക് പ്രണീഹിതേ അമലേ, അമലേ മനസ്സി എന്നർത്ഥം. നിർമ്മലമായിട്ടുള്ള മനസ്സിൽ. എന്തുകൊണ്ട് നിർമ്മലായി? ഭക്തിയോഗം കൊണ്ട് നിർമ്മലമായ മനസ്സിൽ. ഭക്തിയോഗേന പ്രണീഹിതേ അമലേ മനസ്സി പുരുഷം മായാം അവശ്യത്, പുരുഷനെയും കണ്ടു, മായയും കണ്ടു. രണ്ടെണ്ണേ ലോകത്തിൽ കാണാനുള്ളൂ. ഒന്ന് ഈശ്വരനും ഒന്ന് ഈശ്വരനല്ലാത്തത്, വേറൊന്നുമില്ല. അങ്ങനെയാണല്ലോ. യാ സമ്മോഹിതോ ജീവ ആത്മാനം ത്രിഗുണാത്മകം പരോ വിവനുതേ അനർത്ഥം തത്കൃതം ചാഭിവത്യതേ. ജീവ പരോവി, നമ്മുടെ ജീവൻ സത്യത്തിൽ പരമാത്മാവിൻ്റെ അംശം തന്നെയാണ്. എങ്കിലും യാ സമ്മോഹിത, നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കിയാണ് ഇവിടെ പറഞ്ഞത് മായ. ആ മായാൽ മോഹിക്കപ്പെട്ടു. പിന്നെ ആത്മാനം, ആത്മാവിനെ 3 ഗുണങ്ങളോട് കൂടിയതായിട്ട് കണ്ടു. ത്രിഗുണം ബാധിക്കുമ്പോഴാണ് മായ ഉണ്ടാവുക. ഗുണമാകുമ്പോൾ മായ ഉണ്ടാവില്ല. ത്രിഗുണങ്ങൾ ബാധിക്കുന്നു. യാ സമ്മോഹിതോ ജീവ ആത്മാനം ത്രിഗുണാത്മകം, ആത്മസ്വരൂപിയായിട്ടുള്ള ജീവന് ത്രിഗുണം ബാധിക്കുമ്പോൾ മായ ഉണ്ടാവുന്നു. ആ ത്രിഗുണങ്ങളാൽ ചെയ്യപ്പെടുന്ന അനർത്ഥത്തെയും പ്രാപിക്കുന്നു. ത്രിഗുണങ്ങൾ അപകടങ്ങളൊക്കെ ഉണ്ടാക്കും. പരോപി മനുതേ അനർത്ഥം, അർത്ഥമല്ല അനർത്ഥം. ത്രിഗുണങ്ങളോട് കൂടിയിട്ട് മായ ബാധിക്കുമ്പോഴോ അപകടങ്ങൾ ഉണ്ടാവും ചെയ്യും. തത്കൃതം ചാപി പത്യതേ, ഈശ്വരഭാവത്തെ വിടും കുറേശ, മായാഭാവത്തിലേക്ക് താഴുകയാണ് ഈ ത്രിഗുണം. അപ്പം ത്രിഗുണമാണ് ഇതിനൊക്കെ പ്രശ്നം. യാ സമ്മോഹിതോ ജീവ, മായയെ പറ്റിയിട്ടാണ് പറയണം. ആത്മാനം ത്രിഗുണാത്മകം പരോപി വനുതേ അനർത്ഥം തക്കൃതം ജാവിപത്യതേ. അനർത്ഥോ ഉപശമം സാക്ഷാത് ഭക്തിയോഗമതോക്ഷജേ ലോകസ്യാജാനതോ വിദ്വാം ചക്രേ സാത്വത സംഹിതാം. അപ്പം മനസ്സിലായി ത്രിഗുണമാണ് പ്രശ്നം, മായയാണ് പ്രശ്നം. മായ ഉണ്ടാവുന്നത് ത്രിഗുണം കൊണ്ടാണ്. ത്രിഗുണമാണ് മായയ്ക്ക് കാരണം. അതുകൊണ്ട് എന്തുണ്ടാവണം? അനർത്ഥോപമം, അനർത്ഥോപമം ഉണ്ടാവുന്നു. ഈ അനർത്ഥം ഇല്ലാണ്ടേക്കാൻ എന്താണ് വേണ്ടത് എന്ന് ചിന്തിച്ചു. പരോപി മനുതേ അനർത്ഥം, അനർത്ഥം ഉണ്ടാവും, കുഴപ്പം. അപ്പം അതുണ്ടാവാണ്ടിരിക്കാൻ എന്താ? അനർത്ഥ ഉപശമം സാക്ഷാൽ. ത്രിഗുണങ്ങൾ ബാധിച്ചിട്ട് മായി ഉണ്ടായിട്ട് ജീവൻ വിഷമിക്കുന്നതിന് എന്താ ഒരു പരിഹാരം ചിന്തിക്കുകയാണ്. ഉപശമം, പരിഹാരം, അനർത്ഥത്തിന് പരിഹാരം ചിന്തിച്ചു. സാക്ഷാൽ
ലോകസ്യ അനർത്ഥോപശമം അധോക്ഷജേ സാക്ഷാൽ ഭക്തിയോഗം. ഭക്തിയോഗമാണ് അനർത്ഥത്തെ ഇല്ലാണ്ടാക്കാൻ നല്ല വഴി എന്ന് കണ്ടെത്തി. ഈ ഭക്തി ഉണ്ടാവണം എന്നൊക്കെ ഇപ്പം പറയണു, ഭക്തി ഉണ്ടാവണില്ല, അതൊക്കെ ഉണ്ടാവണു. ഇതൊക്കെ എന്താ ഇപ്പോൾ ഇത്ര എന്ന് നമുക്ക് തോന്നും. പക്ഷെ ഇതൊക്കെ ആദ്യമായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള കാര്യം ആലോചിച്ചാൽ അത്ഭുതമാണ്. ഇങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളുണ്ട് എന്നും അതിന് രൂപഭാവങ്ങളൊക്കെ കൊടുത്ത് ഭക്തി ഉണ്ടാക്കിയിട്ട് ഈ സംസാരത്തിൽ നിന്ന് കയറ്റണം എന്ന് ആദ്യമായിട്ട് കണ്ടുപിടിച്ച ആളുടെ സ്ഥിതി അതെല്ലാം അങ്ങനെയാണല്ലേ. എയ്റോപ്ലെയിൻ ഇപ്പം ഇന്ന് ഫ്ലൈറ്റ് പോയി വല്ല അത്ഭുതമുണ്ടോ? അത് ആദ്യം ഉണ്ടാക്കിയ ആളുടെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ, എങ്ങനെ ഇത് കണ്ടുപിടിച്ചിട്ടുണ്ടാവും. എന്തോ ആയിക്കോട്ടെ, ടി വിയോ ഓഡിയോ കമ്പ്യൂട്ടറോ ഒക്കെ അങ്ങനെയാണ്. നമ്മുടെ ഭാഗമായി കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതമില്ല. പക്ഷെ എത്ര നിരീക്ഷണ പരീക്ഷണങ്ങൾ നടത്തിയിട്ടാവും ഇത് ഈ രൂപത്തിലായിട്ടുണ്ടാവുക. അതുപോലെ ഇവിടെ ഭക്തി യോഗമാണ് ഇതിന് പരിഹാരമെന്ന് ഒറ്റ സുപ്രഭാതത്തിലൊന്നും കണ്ടെത്തിയതല്ല, വളരെ ചിന്ത ചെയ്തിട്ട് കണ്ടെത്തിയതാണ്. ആണ് മനസ്സിനെ ഈശ്വരനിൽ ഉറപ്പിച്ചു എന്ന് പറഞ്ഞത്. സാക്ഷാൽ ഭക്തിയോഗം അധോക്ഷജേ, അധോക്ഷ ഈശ്വരനിൽ ഉള്ള ഭക്തിയാണ് അനർത്ഥത്തിന് പരിഹാരം കണ്ടെത്തി. അധോക്ഷജേ ഭക്തിയോഗ അനർത്ഥോപശമം. അധോക്ഷത്തിനുള്ള ഭക്തിയാണ് അനർത്ഥത്തിന് പരിഹാരം. അപ്പോൾ വേണം വിദ്വാൻ അജാനത ലോകസ്യ അനർത്ഥോപശമം. അറിവില്ലാത്ത ലോകത്തിന് ആണല്ലോ അപകടം ഉണ്ടാവുക, അറിവുള്ളവർക്ക് അപകടം ഉണ്ടാവില്ല. അപ്പം അതിന് ലോകസ്യാജാനതോ, അറിവില്ലാത്ത ജനങ്ങൾക്ക് അനർത്ഥം ഉണ്ടാവാതിരിക്കാൻ പരിഹാരമായിട്ട് അധോക്ഷജനുള്ള ഭക്തി കണ്ടെത്തി ഉപദേശിച്ചു. അധോക്ഷജേ സാക്ഷാൽ ഭക്തിയോഗം ആണ് എന്ന് തിരിച്ചറിഞ്ഞു. അജാനത ലോകസ്യ അനർത്ഥോപശമം അധോക്ഷജേ ഭക്തിയോഗം, അധോക്ഷത്തിനുള്ള ഭക്തിയോഗമാണ് എന്ന് കണ്ടു. അവിടെ ക്രിയ നമ്മൾ ചേർക്കണം, ശ്ലോകത്തിൽ പറഞ്ഞിട്ടില്ല. അനർത്ഥോപശമം ഭക്തിയോഗം അധോക്ഷജേ ലോകാസ്യ അജാനതോ, അറിവില്ലാത്ത ജനങ്ങൾക്ക് ഭക്തിയോഗമാണ് പരിഹാരം എന്ന് കണ്ടെത്തി എന്ന് നമ്മൾ ഉണ്ടാക്കണം. ചിലപ്പോൾ അങ്ങനെയെന്ന് പറഞ്ഞല്ലോ നേരത്തെ. കണ്ടെത്തി, ഭക്തിയോഗമാണ് എന്ന് കണ്ടെത്തി. എന്നിട്ടോ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്തു? അവിടെ ക്രിയയുണ്ട്. ചക്രേ സാത്വത സംഹിതാം. കണ്ടെത്തിയിട്ട് എന്ത് ചെയ്തു? സാത്വത സംഹിതാം, ഭാഗവതത്തെ രചിച്ചു. സാത്വത സംഹിത നല്ല ഒരു സംഹിത, തികഞ്ഞ ഒരു സംഹിത, അപാകതകളൊക്കെ ഇല്ലാത്ത. ഇതുവരെയൊക്കെ എഴുതിയതൊന്നും ശരിയായില്ല. അപ്പം അതൊക്കെ പരിഹരിച്ചു കൊണ്ടുള്ള ഒരു സംഹിതയാണ് ശ്രീമദ് ഭാഗവതം. ചക്രേ സാത്വത സംഹിതാം. നമ്മൾ വായിക്കുന്ന ഈ ഭാഗവതം അങ്ങനെ അദ്ദേഹം രചിച്ചതാണ്. അതിനെത്ര പണിപ്പെട്ടുണ്ടാവും. യസ്യാം വൈ ശ്രൂയമാണായാം കൃഷ്ണേ പരമപൂരുഷേ ഭക്തിരുത്പത്യതേ പുംസ ശോകമോഹഭയാപഹ. നമുക്ക് ഒക്കെ ഉണ്ടാക്കുന്നത് അനർത്ഥോപശമം എന്ന് പറഞ്ഞുല്ലോ, അതുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ശോകം, മോഹം, ഭയം. ഇതൊക്കെ എന്തുണ്ടാവും? ഇത് കേട്ടാൽ. യസ്യാം വൈ ശ്രൂയമാണായാം, കേട്ടാൽ മതി. അർത്ഥം കൂടി ചിന്തിക്കണം നിർബന്ധമല്ലേ. അർത്ഥം ചിന്തിച്ചാൽ നന്നായി എന്ന് മാത്രം, കുറച്ചും കൂടി നന്നായി തീർച്ചയായും. അഥവാ ഇനി അതില്ലെങ്കിലോ നമ്മൾ കേട്ടാലും മതി. ഇത്ര അതിനൊരു എഫക്റ്റ് ഉണ്ടെന്ന് പറയുന്നത്. ഭാഗവത ശ്രവണത്തിന് തന്നെ ഒരു എഫക്റ്റ് ഉണ്ട്. അർത്ഥം അവിടെ നിൽക്കട്ടെ, രണ്ടാമത്തെ കാര്യമാണ്. പെട്ടെന്ന് ഇപ്പോൾ ഇതൊക്കെയാണ് അർത്ഥം മനസ്സിലാക്കാൻ വെച്ച സാധ്യമല്ല. കേട്ടാൽ ആ ജീവൻ അത് ആസ്വദിക്കും. നമ്മുടെ പുറമേയുള്ള ബുദ്ധിക്ക് മനസ്സിലാവില്ലെങ്കിലും ഉള്ളിലുള്ള ജീവൻ അത് മനസ്സിലാവും. കാരണം ഉള്ളിലുള്ള ജീവൻ ആരാ? ഈശ്വരനാണ്. അതിലെ ചില ജീവികൾ കേൾക്കുന്നുണ്ട്, ചില പക്ഷികളോ ജീവികളോ അടക്കം ഇത് വൃക്ഷങ്ങൾ ഇത് കേട്ട് ആസ്വദിക്കണമെന്ന് പറഞ്ഞാൽ അവർക്ക് അറിഞ്ഞിട്ടാ? ഒരർത്ഥം അവർക്ക് അറിഞ്ഞിട്ടല്ല. പക്ഷേ ഈ ശബ്ദം എന്തോ അവരുടെ പോയിട്ട് സ്പർശിക്കുമ്പോൾ, ചെവിയിലാവട്ടെ, വൃക്ഷങ്ങളാച്ച ചെവിയുണ്ടോയെന്ന് ശരിയ, അവർക്കൊരു സുഖം ഉണ്ടാവുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ്? അർത്ഥം അറിഞ്ഞിട്ടല്ല. അതാണ് ശ്രൂയമാണായാം, കേട്ടാൽ മതി. യസ്യാം വൈ ശ്രൂയമാണായാം കൃഷ്ണേ പരമപൂരുഷേ ഭക്തിരുത്പത്തതേ പുംസ. മനുഷ്യന് കൃഷ്ണനിൽ ഭക്തി ഉണ്ടാവും, മനുഷ്യനല്ലാത്തതിനോ
അല്ലാത്തതിന് അടുത്ത ജന്മം മനുഷ്യനാവും, പിന്നെ ഭക്തി ഉണ്ടാവും. അങ്ങനെ എടുക്കണം. പെട്ടെന്ന് ഭക്തി ഉണ്ടാവുകയില്ലോ. വൃക്ഷങ്ങൾക്കൊക്കെ ഭക്തി ഉണ്ടായിട്ട് നാമം ചെല്ലാൻ പറ്റുമോ? പക്ഷെ അടുത്ത ജന്മം അവർ ചിലപ്പോൾ മോക്ഷം അപ്പം തന്നെ കിട്ടിയെന്ന് വരും, അല്ലെങ്കിലോ നല്ല മനുഷ്യനായിട്ട് ജനിക്കും. ശുചീനാം ശ്രീമതേ ഗേഹേ യോഗഭ്രഷ്ടോപി ജായതേ. ശുചിത്വവും ശ്രീമത്വവുമായ ഗൃഹങ്ങളിൽ ജനിക്കും. ഏതെങ്കിലും വീട്ടിലല്ല. അവിടെ ഈ ഭക്തി വർദ്ധിച്ച് പിന്നീട് മുക്തിയിലെത്തും. വൃക്ഷങ്ങളാണെങ്കിലും ജീവികളാണെങ്കിലും മനുഷ്യനാണെങ്കിലോ അപ്പം തന്നെ ഭക്തി ഉണ്ടാവും. ഭക്തി ഉണ്ടായാൽ കഴിഞ്ഞു, അവൻ്റെ എല്ലാ ലക്ഷ്യത്തിലും എത്തിക്കഴിഞ്ഞു എന്നാണ്. പരമപുരുഷേ കൃഷ്ണേ, പരമപുരുഷനായിരിക്കുന്ന കൃഷ്ണനിൽ ഭക്തി ഉണ്ടാവും. ഭക്തിരുത്പത്തതേ പുംസ. ആ ഭക്തി ഉണ്ടായ എന്താ വിശേഷം? ശോകമോഹഭയാവഹ. ശോകം, മോഹം, ഭയം ഇത് അപഹസിക്കപ്പെടുന്നു, ഇല്ലാണ്ടായപ്പെടുന്നു. ശോകം എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിഞ്ഞ കാര്യത്തെക്കുറിച്ചുള്ള ചിന്തയാണ് ശോകം എന്നാണ്. മിക്കവാറും ഒരാൾ ദുഃഖിക്കുക കഴിഞ്ഞ കാര്യത്തെ പറ്റിയിട്ടാവും അധികവും. വരാൻ പോണ കാര്യത്തെ വെച്ച് ദുഃഖിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതെന്താണെന്ന് അറിയില്ല, ദുഃഖം ഉണ്ടാവില്ല. കഴിഞ്ഞതിനെ പറ്റി ചിന്തിക്കുക, നേരെയാവാതിരിക്കുക, പരാജയം ഉണ്ടാവുക, നഷ്ടം ഉണ്ടാവുക, ലാഭത്തിന് പകരം നഷ്ടം ഉണ്ടാവുക, പരാജയം വരിക, ധനമൊക്കെ കയ്യിലുള്ളത് പോവുക, ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ശോകം. അതുപോലെ മോഹം എന്ന് പറഞ്ഞാലോ അത് ഭാവിയെ സൂചിപ്പിക്കുന്നതാണ്. എന്തൊക്കെയോ നേടണം എന്ന് ചിന്തിക്കണു, എന്നിട്ട് അതിനു വേണ്ടി പ്രവർത്തിക്കണു. അതാണ് മോഹം. ആഗ്രഹങ്ങൾ മനസ്സിൽ വന്നാൽ അത് നേടുന്നത് വരെ ദുഃഖമാണ്. ചിലപ്പോൾ നേടിയാലും ദുഃഖം ഉണ്ടാവുന്നതും ഉണ്ട്. അപ്പോൾ മോഹം എന്തെങ്കിലുമൊക്കെ വേണം നമുക്ക് എന്ന ആഗ്രഹമാണ്. ഭയം അത് മിക്കവാറും ഭാവിയാണ്. എന്താണ് ഉണ്ടാവുക എന്ന ആകാംക്ഷയ്ക്കാണ് നമ്മൾ ഭയം എന്ന് പറയുക. ഭയം ഒരിക്കലും പാസ്റ്റ് ടെൻസ് അല്ല, ആണോ? അല്ല, വരാൻ പോകുന്നതിനെ കുറിച്ചുള്ള ചിന്തയ്ക്കാണ് നമ്മൾ ഭയം എന്ന് പറയുക. എന്താണ് ഉണ്ടാവുക, ആശങ്ക, അതാണ് ഭയം. മോഹം മിക്കവാറും ഇപ്പോൾ എന്തെങ്കിലും നേടണം. അതധികം ഈ പ്രസൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ചിലർ പറയുന്നു. ഇപ്പം തന്നെ അനുഭവിക്കാൻ പറ്റാത്തതുകൊണ്ട് അനുഭവിക്കുന്നില്ല എന്നേ ഉള്ളൂ. ആഗ്രഹമുണ്ട്, പക്ഷെ അതും ഭാവിയിലേ കിട്ടുള്ളൂ. മോഹം പെട്ടെന്ന് സാധിച്ചു കൊള്ളുന്നില്ല. അപ്പോൾ രണ്ടെണ്ണം ഫ്യൂച്ചർ ടെൻസും ഒരെണ്ണം പാസ്റ്റ് ടെൻസും ആണെന്ന് വേണം പറയാം. ശോകം കഴിഞ്ഞതിനെക്കുറിച്ച്, മോഹഭയങ്ങളോ വരാൻ പോണതും പ്രസൻറ്റും വരാൻ പോണതുമാണ് ഭയം. അത് ഇല്ലാണ്ടാക്കുന്നതാണ് ഇവിടെ പറയണത്. ഈ മൂന്ന് കാര്യം മനസ്സിനെ ദുഃഖിപ്പിക്കുന്നതാണ്. അത് ഈ ഭാഗവതം കേട്ടാലാണ്ട് ഇല്ലാണ്ടാവുകയാണ്. ശോകമില്ല, മോഹമില്ല, ഭയവും ഇല്ല. അങ്ങനത്തെ സംഹിത അതല്ലേ വേണ്ടത്. അത് ഉണ്ടാക്കി സസംഹിതാം ഭാഗവതീം കൃത്വാനുക്രമ്യ ചാത്മജം ശുകം അധ്യാപയാമാസ നിവൃത്തിനിരതം മുനി. രചിച്ച് അവിടെ വയ്ക്കല്ല, അതുകൊണ്ടൊരു കാര്യമില്ലല്ലോ. അതാരെ പഠിപ്പിച്ചു? സംഹിതാം ഭാഗവതീം. ശരീരമായിട്ടുള്ള പവിത്രമായിട്ടുള്ള ഈ സംഹിത എന്ത് ചെയ്തു? ആത്മജൻ, പുത്രനായിരിക്കുന്ന ശുഗനെ പഠിപ്പിച്ചു. ഇതല്ലേ പഠിപ്പിക്കേണ്ടത്. ബാക്കിയൊക്കെ സിലബസ് പഠിച്ചു പാസ്സായി ഡിഗ്രി കിട്ടിയതുകൊണ്ടൊന്നും അനർത്ഥോപശമം ഉണ്ടാവില്ല. അപകടത്തിൽ നിന്ന് അവൻ ഒഴിവാവണില്ല. പക്ഷെ ഇത് പഠിപ്പിച്ചാൽ അപകടത്തിൽ നിന്ന് ഒഴിവാകും. അതാണ് കൃത്യാനുക്രമ്യ, വേണ്ട വിധത്തിൽ ചിട്ടപ്പെടുത്തിയിട്ട് ആത്മജം ശുകം അധ്യാപയാമാസ. ആത്മജനായിട്ടുള്ള ശുഗനെ പഠിപ്പിച്ചു. അദ്ദേഹം എങ്ങനത്തവനാണ്? നിവൃത്തി നിരതം മുനി, ഒരു വിശേഷണം. ആഗോദ ആർക്കേ കൊടുക്കാൻ പാടൂ? അവിടെ ചിന്തിക്കാനുണ്ട്. വല്ലവർക്കും ഇതാ കൊണ്ടേക്കോളൂട്ടോ വേണോ എന്ന് ചോദിച്ച് കൊടുക്കേണ്ടതല്ല. തലയിൽ കൊട്ടയിൽ സാധനങ്ങൾ വെച്ചിട്ട് വേണോ ഭാഗവതം, വേണോ ഭാഗവതം, അങ്ങനെ കൊടുക്കേണ്ടതല്ല. അത് വേണം എന്ന് വിചാരിഞ്ഞ് വരുന്നവർക്ക് മാത്രം കൊടുക്കേണ്ടതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് അത്. നിവൃത്തി നിരതം, പ്രപഞ്ചത്തോടുള്ള ആസക്തി ഇല്ലാത്തവർക്കേ ഭാഗവതത്തിനോട് ആസക്തി ഉണ്ടാവുള്ളൂ. രണ്ടും കൂടി ശരിയാവില്ല എന്നാണ്. രണ്ടും വിരുദ്ധ രീതിയിലാണല്ലോ പോവുക. അപ്പം അതുകൊണ്ട് ഏതൊരാൾക്ക് ഈ ലോകത്തിൽ അധികം താല്പര്യമില്ല, നിവൃത്തി മാർഗത്തിൽ താല്പര്യമുണ്ടോ, പ്രപഞ്ചത്തോട് വല്ലാതെ ഇങ്ങനെ ആസക്തി പൂണ്ടവർക്കൊന്നും ഭാഗവതം രസിക്കില്ല. ഭാഗവതത്തിൽ ആസക്തി പൂണ്ടവർക്കോ പ്രപഞ്ചത്തിനോടുള്ള ആസക്തി ഉണ്ടാവില്ല.
രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വിരുദ്ധം തന്നെ എന്ന് പറയണം, അല്ലാണ്ട് പറ്റില്ല. അപ്പം നമ്മളതിനെ സംയോജിപ്പിച്ച് കൊണ്ടുപോകണം ജീവിക്കുമ്പോൾ, അല്ലാണ്ട് പറ്റില്ലല്ലോ. അത്രയേ ഉള്ളൂ. വാസ്തവത്തിൽ അത് അത്ര ഒരേ ഇതിൽ വരുന്നതല്ല. അപ്പോൾ നിവൃത്തിനിരതനായിരിക്കുന്ന തൻ്റെ ആ പുത്രനെ പഠിപ്പിച്ചു. തൻ്റെ മകന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്പത്ത് എന്താണ്? വ്യാസന് തോന്നി ഇതന്നെയാണെന്ന്. അത് കൊടുത്തു എന്നാണ്. അനുക്രമ്യ, നന്നായി പരിശോധിച്ചു. ഭാഗവതം ശരി തന്നെയല്ലേ, എവിടെയെങ്കിലും തനിക്ക് മുമ്പേ ഉണ്ടാക്കിയ ഗ്രന്ഥത്തിനെ പോലെ തെറ്റ് പറ്റിയിട്ടുണ്ടോ? ഏറ്റവും വലിയ സമ്പത്താണ് അല്ലേ. ഞാൻ പറയും, എൻ്റെ അച്ഛൻ എനിക്ക് തന്നിട്ടുള്ള സമ്പത്ത് വളരെയധികം തന്നിട്ടുണ്ട്. ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, ഒന്നും തന്നിട്ടില്ല, കാര്യമായിട്ടൊന്നും സമ്പാദിച്ചിട്ടില്ല എന്നൊക്കെ ചിലർ പറയും. വലിയൊരു സമ്പത്ത് തന്നെയാണ് എനിക്ക് തന്നിരിക്കണം. ആർക്കും അത്രയും കിട്ടാത്ത മഹാസമ്പത്ത്, നശിക്കാത്ത, അടുത്ത ജന്മത്തിലേക്കും കൂടി, ഈ ജന്മത്തിലുണ്ട് അടുത്ത ജന്മത്തിലേക്കും കൂടി ഉപകാരപ്പെടുന്ന ഈ സംഹിത, അല്ലെങ്കിൽ ഈ ഒരു വിചാരം നമുക്കുണ്ടാവണ്ടേ, സമ്മാനിച്ചത് തന്നെയാണ്. ഇനി എന്താ വേറെ തരേണ്ടതൊന്നും തരേണ്ട ആവശ്യമില്ല. മഹാദാനം സമ്പത്ത് തന്നിട്ടാണ് അദ്ദേഹം പോയത്. ഞാൻ എപ്പോഴും ഓർക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഈ വാസനയൊന്നും ഉണ്ടാവില്ലല്ലോ, ഇതേ നിലനിൽക്കൂ. അപ്പോൾ വലിയൊരു സംഹിത മകന് സമ്പാദിച്ചു കൊടുത്തു. അച്ഛൻ ഒന്നും സമ്പാദിച്ചിട്ടില്ല എന്നല്ല. സവൈ നിവൃത്ത ശൗനക ഉവാച സവൈ നിവൃത്തി നിരതർവത്രോപേക്ഷകോ മുനി കസ്യവാ ബൃഹദീമേതാം ആത്മാരാമസമഭ്യസ. ഇപ്പം നിവൃത്തിനിരതനായിട്ടുള്ള, എല്ലാറ്റിലും ഉപേക്ഷാ മനോഭാവമുള്ള മുനിയായിട്ടുള്ള ആത്മാരാമനും ആയ ശുഗൻ എന്തിനെ പഠിച്ച്? എല്ലാറ്റിലും നിവൃത്തി മാർഗത്തിലാണ് മനസ്സ് എങ്കിൽ പിന്നെ ഇതിലെങ്ങനെ താല്പര്യം വന്നു? ഇതൊരു താല്പര്യമല്ലേ? 7 ദിവസം ഇത്രയും വിഷയങ്ങളുള്ള താല്പര്യം സാധാരണ വിരക്തർക്ക് വരില്ല എന്നാണ്. ഗീതോപനിഷത്ത് കൂടെയൊക്കെ പോയവർക്ക് എന്താ ഈ കഥ കേട്ടിട്ട് കാര്യം എന്ന് തോന്നും എന്നാണ് ചിലർക്കെങ്കിലും. പക്ഷേ ഇദ്ദേഹത്തിന് അത് തോന്നിയില്ല. അതെന്താണ് ഇതിലിത്ര താല്പര്യം? പിന്നെ വിരക്തിയുള്ളവർക്ക് ഈ സംഹിത വേണം എന്ന് എന്തുകൊണ്ട് തോന്നി എന്നൊരു സംശയം അവർ ചോദിക്കണം ശൗനകാദിൽ. സഭയെ നമുക്ക് വേണ്ടിയിട്ടാട്ടോ ചോദിക്കണം, എന്താണ് ഭാഗവതത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിക്കുക. സഭയെ നിവൃത്തി നിരത സർവത്രോപേക്ഷകോ, മുനിയൊക്കെ ഉപേക്ഷിച്ചിരിക്കണു. അറിഞ്ഞറിഞ്ഞു ഉപേക്ഷിച്ച് അതും വേണ്ട ഇതും വേണ്ട അതും വേണ്ട ഇതും വേണ്ട എന്നും പറഞ്ഞ് ആത്മാവിൽ എത്തിയിരിക്കണു. അങ്ങനത്തെ ഒരാൾക്ക് ഇത് പഠിക്കേണ്ട കാര്യം, ഇത് കടിക്കാന്ന് പറഞ്ഞ കുറച്ച് പാടുണ്ടല്ലോ, എന്തിനു ചെയ്തു? കസ്യവാ ബൃഹതീവേദാൻ, ഇത്രയും വലിയ ഒരു സംഹിത എന്തിനു പഠിച്ചു? സൂത ഉവാച, സൂതം പറഞ്ഞു, ആത്മാരാമച്ചമുനയോ നിർഗ്രന്ഥ അപ്യുരുക്രമേ. ആത്മാരാമനായിട്ടുള്ള മുനി ഒരു ഗ്രന്ഥത്തിൻ്റെ സപ്പോർട്ടും ആവശ്യമില്ല. ഗ്രന്ഥം ആർക്കുള്ളതറിയോ? സ്വയമേവ സമാധാനം കണ്ടെത്താൻ പറ്റാത്തവർക്കാണ്. അത്രയേ ഉള്ളൂ എന്നാണ് പറയണത്. ഗ്രന്ഥത്തിലത്തെ കാര്യം അറിഞ്ഞാൽ ഗ്രന്ഥം ആവശ്യമില്ല. ഒരു സംഗതി ഉണ്ട് അവിടെ. ഗ്രന്ഥം കൊണ്ട് ഉദ്ദേശിക്കുന്നിടത്ത് നമ്മളെത്തിയാൽ പിന്നെ ഗ്രന്ഥം ഒരു മാർഗമായി മാറുന്നു. ഒരു ഘട്ടത്തിൽ ഭാഗവതം എന്ന സംഹിത തന്നെ വേണം എന്ന് വരില്ല. കാരണം അതിൽ പറഞ്ഞിരിക്കുന്നത് ഭാഗവതം ധാരാളം ആദ്യം മുതൽ അവസാനം വരെ വായിക്കണം എന്നൊന്നുമല്ല. അങ്ങനെയല്ല, അതിൽ പറഞ്ഞോടത്തേക്ക് എത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ ഗ്രന്ഥം ആവശ്യമുണ്ടോ ചോദിച്ചാൽ ആവശ്യമുണ്ട്. ഒരു തരത്തിൽ ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയവഹി എന്നുള്ളത് കൊണ്ട് ഭാഗവതത്തിനൊരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് ഭാഗവതം വേണമെന്ന് വരുന്നത്. വേറെ ഗ്രന്ഥങ്ങളൊന്നും വേണ്ട. അതെവിടെ നിർഗ്രന്ഥാന്ന് എടുക്കാൻ പറ്റുമോ? ഭാഗവതം വേണ്ട എന്ന് പറയാൻ പറ്റില്ല. മറ്റ് ഗ്രന്ഥങ്ങളൊക്കെ അറിയുന്നവരെ എത്രയേ വേണ്ടു. ഇതങ്ങനെ തത്തമ്മയെ പൂച്ച എന്ന് പറഞ്ഞ് ഉരുവിട്ടിട്ട് കാര്യമില്ല എന്നാണ് ചിലർ പറയണം. ഉരുവിട്ടിട്ട് കാര്യം ഉണ്ടോ ചോദിച്ചാൽ ആദ്യഘട്ടത്തിൽ അതിൻ്റെ മന്ത്രത്തിൻ്റെ ശക്തി ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ 70% ബലവും കിട്ടില്ല, 70-75% ബലവും കിട്ടില്ല. ആ 30% എന്തുകൊണ്ടാണ് കിട്ടണം? അതിൻ്റെ മന്ത്രശക്തി ഉണ്ട്. അത് മതിയോ? ബാക്കി 70 തള്ളിയിട്ട് പോരാ. അപ്പോൾ ശ്ലോകത്തിനല്ല ശക്തി അവിടെ. അങ്ങനെ നോക്കുമ്പോൾ ശ്ലോകത്തിന് ശക്തി ഇല്ലാഞ്ഞിട്ടല്ല, അത് മാത്രം പോരാ. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അവർക്ക് എത്തണ്ടേ. പക്ഷേ ഈ ഭാഗവതം അങ്ങനെ മാത്രം എടുക്കാൻ പറ്റില്ല. അതിൻ്റെ ആ ശ്ലോകത്തിന് തന്നെ ശക്തി ഉണ്ട് അത്രേ.
അർത്ഥത്തിലേക്ക് എത്തിയില്ലെങ്കിലും ശ്ലോകത്തിന് ശക്തിയുണ്ട്. അതാണ് പാരായണത്തിന് ഇത്ര പ്രാധാന്യം കൊടുക്കാൻ കാരണം. നമ്മൾ വിചാരിക്കുക ഈ അർത്ഥം അറിയാതെ അത്രയും നേരം എന്തിനാ വായിച്ച് കളയണം. വായിച്ച് കളയുക എന്ന് പറയാൻ തന്നെ പാടില്ല, വായിക്കാൻ ഉപയോഗിക്കണത് അത്രയും സമയം അതും കൂടി പറഞ്ഞ് മനസ്സിലാക്കല്ലേ വേണ്ട എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് നമുക്ക് ശരിയാണെന്ന് തോന്നും. അങ്ങനെ അല്ലാണ്ട് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണെങ്കിലും ശ്ലോകങ്ങൾക്കൊരു ശക്തിയുണ്ട്. അപ്പം നിർഗ്രന്ഥനായിരിക്കുന്ന ആ ശുഗന് ഈ ഭക്തി ഭാഗവതത്തിൽ വിശ്രദ്ധ എങ്ങനെ ഉണ്ടായി? അത് ഭാഗവതത്തിൻ്റെ ശക്തിയാണ് എന്നാണ് ഉത്തരം. സൂത ഉവാച ഹരേർഗുണ ആഠിത്തമതിർ ഭഗവാൻ ബാദരായണി അദ്യകാന്മകഥാഖ്യാനം ത്യം വിഷ്ണുജനപ്രിയ. മഹാമഹിമയുള്ള ഈ ശുഗരുടെ മനസ്സ് ഹരിയുടെ ഗുണങ്ങളിൽ ലയിച്ചു. 2 ശ്ലോകം കേട്ടു എന്നാണ് പറയണത്. അതൊക്കെ പിന്നെ അടുത്തതിൽ പറയാം. ഒരു ശ്ലോകം കേട്ടപ്പോൾ തോന്നുന്നു, അച്ഛാ ഇത് ഏതിലത്തെ ശ്ലോകം, ഞാൻ ഇതുവരെ കേട്ടില്ലല്ലോ. ഇങ്ങോട്ട് വരുമ്പോൾ വേറൊരു ശ്ലോകം കേട്ടു. ഈ 2 ശ്ലോകം എന്നെ വല്ലാതെ ആകർഷിക്കണം അച്ഛാ. എനിക്ക് ഈ ഗ്രന്ഥം ഏതാണ് എന്താണ് എന്നറിയണം. എന്നാൽ പറഞ്ഞുതരാം. അപ്പം അദ്ദേഹത്തിന് ഗ്രന്ഥം വേണ്ട എന്ന് വിചാരിച്ച് നടന്നിട്ടും കൂടി ശ്ലോകം ചെവിയിലും ഇങ്ങോട്ട് പതിച്ചപ്പോൾ അത്രയധികം ഒരു മനസ്സിനൊരു മാറ്റം ഉണ്ടായി എന്നാണ്. ഇളക്കം. അത് കേൾക്കാതെ വയ്യ, പഠിക്കാതെ വയ്യ എന്നൊരു തോന്നൽ. അച്ഛനെ നമസ്കരിച്ചു. ഇത് ഏതിലത്തെ ചോദിച്ചു. ആ ശ്ലോകങ്ങൾ ഏതാണെന്നൊക്കെ നമുക്ക് അടുത്ത ഭാഗത്തിൽ പറയാം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോതി യത്യസ്തകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.